ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നൊരു ചിക്കൻ ക്രീപ്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? കാണുന്നത് പോലെ തന്നെ നല്ല ചീസിയും നല്ല ക്രീസ്പിയും ആയിരുന്നു. അങ്ങനെ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? സോ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബോൺലെസ് പീസസ് ആണ്. സോ അതിലൂടെ മാരിനേഷന് വേണ്ടി 2 സ്പൂണ് തൈര്, 1 സ്പൂണോളം ചിക്കൻ മസാല, 1 സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതെല്ലാം നല്ലോണം ഈ മസാലകളെല്ലാം തന്നെ നല്ലോണം പിടിച്ചെടുക്കേണ്ടതാണ്. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് എണ്ണ വീത്തി ഒന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ലൈറ്റായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് നമ്മളിതിന് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാം തന്നെ ഒരുമിച്ച് തന്നെ ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ ചിക്കനിൽ നിന്നുള്ള ജ്യൂസി കണ്ടൻറ്റ് എന്തായാലും നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വരുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് കുക്കായിട്ടൊന്ന് കിട്ടണം ഈ ചിക്കനെ ഒന്ന്. അങ്ങനെ ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് 2 ഭാഗവും ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വശക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിനോട് ഞാൻ ചേർക്കാൻ വേണ്ടി പോണത് ഒരു വലിയൊരു സവാള കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. ഒരുപാട് അങ്ങോട്ട് ഫുള്ളൊന്ന് വെന്ത് കുഴയണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോണത് കുറച്ച് മല്ലിയിലയും കൂടെയാണ്. സ്പ്രിംഗ് ഓണിയൻ ഈ ടൈമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് ചേർത്താൽ മതി മല്ലിയില. പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. 1 സ്പൂണോളം ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. എല്ലാം ചിക്കൻ തന്നെ വലിയ വലിയ പീസസ് ആയിട്ട് കിടന്നുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് ലൈറ്റായിട്ട് 2 1 സ്പൂൺ വെച്ച് എന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമുക്ക് വേണ്ടിയുള്ള മിക്സ് ഇവിടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് സ്പ്രിംഗ് റോളാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന സ്പ്രിംഗ് റോളാണ്. നിങ്ങൾക്ക് സമോസ ഷീറ്റിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ സ്പ്രിംഗ് റോളാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ബൗളിൽ ചിക്കൻ്റെ മിക്സ് എല്ലാം തന്നെ റെഡിയാക്കി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് കുറച്ച് മൊസല്ല ചീസാണ്. പിന്നെ വേണ്ടത് മൈദ പേസ്റ്റാണ്. അങ്ങനെ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സ്പ്രിംഗ് റോളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഓരോ സ്പ്രിംഗ് റോളായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം തന്നെ നടുക്ക് ഭാഗമായിട്ടാണ് ചിക്കൻ്റെ ഫില്ലിങ് വെക്കേണ്ടത്. ഇനി എൻ്റെ മുകളിലായിട്ട് മൊസല്ല ചീസ് വെക്കണം. ഇനി നമുക്കിതിനെ 4 ചുറ്റും മൈദ പേസ്റ്റ് വെച്ചൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 4 ചുറ്റും നല്ലോണം മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇരുന്ന സ്പ്രിംഗ് റോൾ കുറച്ച് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ടാണ് ഈ ഒരു ഒന്ന് മടങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്നത്. ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത്. കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഓക്കെ, അത് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. എനിവേ, ഇനി നമ്മളിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലായിട്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ മടക്കേണ്ടതാണ്. ഈ രീതിയിൽ മടക്കി നമ്മൾ കൊട്ടിക്കേണ്ടതാണ്. ഇനി നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുക്കുമ്പോഴത്തേക്ക് പിന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ അവിടെയും കൂടെ നന്നായിട്ട് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മടക്കേണ്ടതാണ്. ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഈസിയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും തോന്നും. പക്ഷേ ഞാനിത് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ എല്ലാ സ്പ്രിംഗ് റോളിലും ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു.
ഇനി ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നല്ല ചൂട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാം തന്നെ ഞാനിങ്ങനെ ഓരോ സ്പ്രിംഗ് റോളും ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടെല്ലാം മടക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സോ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. രണ്ട് സൈഡ് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യേണ്ടതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു ഇത് കഴിച്ച ടൈമിൽ. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ റംസാൻ്റെ ഇഫ്താർ റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നെൻ്റെ ഇഫ്താർ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. സോ രണ്ട് സൈഡ് നല്ലോണം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. റെഡ് കളർ ക്യാപ്സിക്കം ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. സോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഫൈനൽ റിസൾട്ട് ഇതാണ്. എല്ലാം തന്നെ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സും നല്ല ചീസി ഉണ്ടായിരുന്നു. ചീസിയുടെ ഫ്ലേവർ നല്ലോണം ഉള്ളിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ചീസി ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോ എനിവേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇഫ്താറിനൊക്കെ താരാവാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. സിമ്പിളുമാണ്. നമുക്ക് ഈ ഒരു മാരിനേഷനൊക്കെ കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിലൊക്കെ കീപ്പ് ചെയ്ത് വെക്കാവുന്നതും കൂടിയാണ്. സോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനി ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. ഒന്ന് മുറുമുറ കറുകുറാക്ക് ഇരിപ്പുണ്ടായിരുന്നു. ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിച്ച് കൊടുക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. സോ നല്ല ചീസി ആയിട്ട് നല്ല ചിക്കൻ ക്രീപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.